This is the next theorem. Let x0, x1, x2 be Banach spaces and let t1 from x0 to x1 and t2 from x0 to x2 be linear maps such that domain of t1 subset are equal to domain of t2 and t1 is a closed graph operator and t2 admits closure. Then we have to prove that there exists a c greater than 0 such that norm t2x less than or equal to c into norm t1x plus norm x for every x belongs to domain of t1. ഇതിൽ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്നതും അഡ്മിറ്റ്സ് ക്ലോഷർ t2 അഡ്മിറ്റ്സ് ക്ലോഷർ എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടാതെ കണ്ടിന്യൂറ്റിയുടെയും ഡെഫിനിഷൻസ് നമ്മൾ ഇതിൻ്റെ പ്രൂഫിനായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്പേസ് കൺസിഡർ ചെയ്യാണ്. ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയേഴ്സ് എക്സ് കോമ t1x സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് t1. ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആണ് എക്സ് t1x ഓർഡേർഡ് പെയർ ആണ്. അതുകൊണ്ട് തന്നെ ദീസ് ക്യാപിറ്റൽ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് x0 ക്രോസ് x1. അറിയാലോ അതെന്തുകൊണ്ട് x0 ക്രോസ് x1 ആയത്? ഇവിടെ നോക്ക്, t1 ഈസ് ഫ്രം x0 ടു x1 ആണ് അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ ഇ ഈസ് എ ക്ലോസ്ഡ് സ്പേസ് ഓഫ് x0 ക്ലോസ് x1. ഓക്കെ, അത് അവിടെ തന്നെ ക്ലോസ്ഡ് ആവാനുള്ള കാര്യം ഞാൻ ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ആവാന്ന് പറയുമ്പോൾ ഇവിടെ t1 ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ആണ് അല്ലേ? അതുകൊണ്ടാണ് എന്തായത് ഈ ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയത്. സബ് സ്പേസ് ആണെന്നുള്ള കാര്യം ഓക്കെ, പക്ഷെ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് ഈ റീസൺ ആണ്. t1 ഈസ് എ ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ, അതുകൊണ്ടാണ് ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞത്. ഈ ആക്ച്വലി t1ന്റെ ഗ്രാഫ് അല്ലേ? നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാ? എക്സ് ആക്സിസിൽ ഒരു എലമെന്റ് ഇങ്ങനെ കൺസിഡർ ചെയ്യും, എന്നിട്ട് t1 ഓഫ് എക്സ് എന്താണോ അത് y ആക്സിസിൽ കൺസിഡർ ചെയ്യും, അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അടയാളപ്പെടുത്തി പോകും അല്ലേ? അപ്പം അങ്ങനെയല്ലേ ശരിക്കും ഇത് ഓർഡേർഡ് പെയർ ഓഫ് എക്സ് കോമ t1x എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് t1 and t1 is a closed graph operator. Therefore, now we get E is closed. Okay, അപ്പോൾ അതവിടെ ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. സെറ്റ് അല്ല, ഒരു ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാണ്. വി ഓഫ് എക്സ് കോമ t1x ദാറ്റ് ഈസ് ഈക്വൽ ടു t2x എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതൊരു പുതിയൊരു ഓപ്പറേറ്ററിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തതാണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഓപ്പറേറ്റർ ആണ് എന്ന് തെളിയിച്ചാൽ മതി.